നമുക്ക് വളരെ സിമ്പിളായൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ. അധികം ഐറ്റംസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് കപ്പ് കേക്കാണ്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന്. അതും കുക്കറിനകത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദ, ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിനകത്ത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായി 1, 2, 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു 1/2 കപ്പ് മൈദ ഉപയോഗിച്ച് തന്നെ നമുക്കൊരു 7-8 കപ്പ് കേക്ക് വരെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ വേണം. അത് 2 മുട്ട മാത്രം മതി. ഇതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തോളൂ. അത്യാവശ്യം നന്നായി പതഞ്ഞ് കിട്ടിയ ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് ബീറ്റായ ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും പൊടിച്ച പഞ്ചസാരയാണ്, മറക്കണ്ട. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ വളരെ കുറച്ച് ആദ്യം ചേർത്ത് അങ്ങനെ 3-4 പ്രാവശ്യം ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് പറ്റി ചെറുതല്ലാത്ത വലിയ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത പ്ലേറ്റ് ആഴം കുറവായിരുന്നു. അതുകൊണ്ട് ചെറുതായി പൊടികളൊക്കെ തെറിച്ചു പോയിരുന്നു. ഇനി ഇതിലേക്ക് ചൂട് പാൽ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. നന്നായി ചൂടുള്ള പാലിന്നല്ല, ചെറുതായി ചൂടുള്ള പാൽ കേട്ടോ. അങ്ങനെ ചേർത്ത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല മൈദയും കൊക്കോ പൗഡറും ഡ്രൈ ഇതില്ലേ, അത് ഇതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് നമ്മുടെ ബീറ്റർ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ മാവ് പൊങ്ങി വന്നൊക്കെ താഴെ പോവും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ബീറ്റർ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് അതിൽ മിക്സ് ആവുന്ന സമയം മാത്രം കേട്ടോ. നമ്മൾ ഈ കപ്പ് കേക്കിലേക്കാണ്, ഈ മോൾഡിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ഭാഗത്തോളം ചേർത്താൽ മതി. പൊങ്ങി വരുമ്പോൾ അത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുള്ളൂ. ഒരു ഏകദേശം ഞാൻ 5 കപ്പാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു 6-7 കപ്പിലുള്ള കേക്കിൻ്റെ ബാറ്റർ നേരത്തുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവം കേട്ടോ. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കേക്ക് ടിന്നുണ്ട്, അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നിച്ച് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നും ഈ കുക്കറിനകത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാനിതിങ്ങനെ പുറത്ത് വെച്ചിട്ട് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ആദ്യം തന്നെ ഞാൻ 10 മിനിറ്റ് കുക്കർ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേണമെങ്കിൽ കേക്ക് ടിന്നും ഇതിനോടൊപ്പം വെച്ചിട്ട് ഈ ഓരോ കേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നുള്ളത് കേട്ടോ. ഇനി ഇത് അടച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ചിലപ്പോൾ 20 മിനിറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കുക്കറിൻ്റെ വിസിൽ മാറ്റണേ, അത് മറക്കരുത്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഒരു 20 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന മാവ് ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിങ്ങനെ വെച്ചിരിക്കുന്നു. നമ്മുടെ ടൂത്ത് പിക്കും കൊണ്ട് ഞാൻ കുത്തി നോക്കിയാൽ മതി. അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ടാകും. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പാൽ ചേർക്കുമ്പോൾ ചൂട് പാൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല, അതിനാവശ്യമില്ല. പ്രത്യേകിച്ച് മുട്ടയുടെ സ്മെല്ലൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇനി അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ, വാനില എസൻസ് ചേർക്കണ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞതാണ്, അത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കേക്ക് നന്നായി ചൂട് പോയതിന് ശേഷം ഞാൻ വിപ്പിംഗ് ക്രീം കുറച്ച് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൂ ഉണ്ടാക്കാനും അതിന് ഡെക്കറേഷൻ ചെയ്യാനൊന്നും അറിയില്ല. എങ്ങനെയോ കേക്ക് കവർ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിലേത് കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി വെക്കാട്ടോ. ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്